അല്ല, നമുക്കിന്നൊരു ട്യൂലിപ്പ് ബൊക്കെ ഉണ്ടാക്കിയാലോ? പിന്നെ നിങ്ങളിൽ ആരെങ്കിലും എന്നെ പോലെ തീപ്പെട്ടിക്കൊള്ളികളൊക്കെ ഇങ്ങനെ കുപ്പിയിലിട്ട് വെക്കാറുണ്ടോ? എനിക്കിതാണ് ഇഷ്ടം. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ ജേർണലിംഗ് ഒന്നല്ലല്ലോ, പിന്നെ എന്തിനാ ക്യാൻഡിൽ എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു രസമല്ല. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഷേപ്പിലും സൈസിലും കളറിലും കുറച്ച് പേപ്പേഴ്സ് വെട്ടിയെടുക്കാം. ഷെയ്ഡ് കുറച്ച് മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഗ്രീൻ ആൻഡ് പിങ്ക്. കഴിഞ്ഞ തവണ നമ്മൾ വരച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയത്, അപ്പോൾ ഇത്തവണ ഒറിഗാമി പിടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇത് വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഫോൾഡിംഗ് പാർട്ടൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ നോക്കി മനസ്സിലാക്കി ചെയ്യുക. ഇതിപ്പോ എന്തിനാ കഷ്ടപ്പെട്ട് ഇങ്ങനെ ട്യൂലിപ്സ് ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എന്റെ നീസിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾ കൊടുക്കുന്ന ഗിഫ്റ്റ്സിന്റെ കൂട്ടത്തിൽ ഒരു പേപ്പർ ബൊക്കെ കൂടെ വെച്ച് നന്നായിരിക്കും ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ബിക്കോസ് ഐ ബിലീവ് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ്സിന്റെ കൂട്ടത്തിൽ ഒരു ഹാൻഡ് മെയ്ഡ് ഐറ്റം കൂടി ഉണ്ടായിരുന്നാൽ അത് നമ്മളെ ഗിഫ്റ്റ്സിനെ കുറച്ചുകൂടെ സ്പെഷ്യൽ ആക്കും. കാരണം നമ്മൾ അതിന് വേണ്ടി കൊടുക്കുന്ന ക്രിയേറ്റിവിറ്റിയും ടൈമും എഫേർട്ടും ഒക്കെ ഒരു രസമല്ലേ. അതൊക്കെ ഓൾഡ് സ്റ്റൈലാണ്, ഐ നോ, പക്ഷേ സ്റ്റിൽ ഐ ബിലീവ് അതൊക്കെ സ്പെഷ്യലാണ്. അങ്ങനെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി ഇനി നമുക്ക് സ്റ്റെമും ലീഫും ചെയ്തെടുക്കാം. ബാക്ക് ടു ദാറ്റ് തീപ്പെട്ടിക്കൊള്ളി സ്റ്റോറി. ഈ കഥയിലെ നായിക മേര മാതാശ്രീ, എൻ്റെ ഉമ്മ. മൂപ്പർക്ക് തീപ്പെട്ടിക്കൊള്ളി തീപ്പെട്ടിയും കണിയെടുത്താൽ കണ്ടൂടാ, അതെന്താണാവോ. മൂപ്പറുടെ കണ്ണ് ഈ വീട്ടിൽ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ട്. അപ്പോൾ ഒരു തീപ്പെട്ടിക്കൊള്ളിയോ തീപ്പെട്ടിയോ കണ്ട മൂപ്പർ വലിച്ചെറിയും. അത് ആരതാണെന്ന് പോലും ചോദിക്കൂല. എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന മസ്റ്റ് ഹാവ്സിൽ ഒന്നാണല്ലോ തീപ്പെട്ടി. പക്ഷെ നമ്മുടെ വീട്ടിൽ അതില്ല. ഒരു ക്യാൻഡിൽ കത്തിക്കാൻ പോലും എൻ്റെ ഉമ്മ സ്റ്റവ് കത്തിച്ചിട്ടാണ് ക്യാൻഡിൽ കത്തിക്കുക. കടയിൽ നമ്മളൊരു തീപ്പെട്ടി വാങ്ങി വീട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ സ്മഗിൾ ചെയ്യേണ്ട അവസ്ഥയാണ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? അപ്പൊ നിങ്ങൾ വിചാരിക്കും ലൈറ്റേഴ്സ് ഒക്കെ ഇല്ലേ, പിന്നെ എന്തിനാ മാച്ച് ബോക്സ്? ബിക്കോസ് ഐ ലൈക്ക് ഇറ്റ് ദ ഓൾഡ് വേ. ഒരു തീപ്പെട്ടിക്കൊള്ളിയൊക്കെ എടുത്ത് അത് ഒരതി കത്തിക്കുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ, അത് ലൈറ്റർ വെച്ച് കത്തിച്ചാൽ കിട്ടില്ല. അപ്പൊ നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ റെഡിയായി. ഇനി ബൊക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ പേപ്പർ ബാഗ് ആണ്. വിത്ത് ഹെൽപ്പ് ഓഫ് എ റിബൺ അത് എങ്ങനെയൊക്കെ ചുരുട്ടിക്കുട്ടി നമ്മളൊരു പേപ്പർ ബൊക്കെ ഉണ്ടാക്കി. കൊള്ളാം, പക്ഷെ എന്തോ ഒരു കുറവ്. ഇപ്പൊ ശരിയാക്കി തരാം. അങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ വരച്ചെടുത്തിട്ട് അത് എഴുതി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ റൈറ്റിംഗ് ഒക്കെ വന്നപ്പോൾ ഇത് കുറച്ചുകൂടെ ക്യൂട്ടായി. ഇപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അൻടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.